ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ രൂപം കൊണ്ട ഇന്ത്യ മുന്നണി ശിഥിലമാകുന്നു. നിതീഷ് കുമാർ മറുകണ്ഠം ചാടുന്നതോടെ ബി.ജെ.പിക്ക് ഏറെ ഗുണം ചെയ്യുകയും കോൺഗ്രസിന് അത് കനത്ത തിരിച്ചടിയാവുകയും ചെയ്യും. പ്രതിപക്ഷ ഐക്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന തന്ത്രം അമ്പെ പാളിയ നിലയിലാണ് കാര്യങ്ങൾ. നിതീഷ് കുമാർ വീണ്ടും എൻ.ഡി.എ പാളയത്തിലേക്ക് ചാടാൻ ഒരുങ്ങുന്നതോടെ ബീഹാർ രാഷ്ട്രീയത്തിൽ ഇന്ന് നിർണായകമായ ദിനമാണ്. മുഖ്യമന്ത്രിയും ജെ.ഡി.യു നേതാവുമായിരുന്ന നിതീഷ് കുമാർ ബി.ജെ.പി നയിക്കുന്ന എൻ.ഡി.എ മുന്നണിയിലേക്ക് ഇന്ന് വീണ്ടും കൂടുമാറിയേക്കും. മുഖ്യ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. നിതീഷ് തന്നെ മുഖ്യമന്ത്രിയായി തുടരും. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ തൽസ്ഥാനത്ത് തുടരാമെന്ന് ജെ.ഡി.യു ബി.ജെ.പി ധാരണയായി എന്നാണ് വിവരം. 2025 മുതൽ നിതീഷിന് എൻ.ഡി.എ കൺവീനർ പദവി നൽകുമെന്നും വിവരമുണ്ട്. ഇന്നു രാവിലെ 10 മണിയോടെ ജെ.ഡി.യു എം.എൽ.എമാരുടെ യോഗം ചേരുമെന്ന് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഇതിനുശേഷം 11:30 ഗവർണറെ കണ്ട് രാജിവെച്ച് പുതിയ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കും. സുശീൽ മോദിയും രേണു ദേവിയും ഉപമുഖ്യമന്ത്രിമാരാകും. സ്പീക്കർ പദവിയും ആർ.ജെ.ഡി കൈകാര്യം ചെയ്തിരുന്ന പദവികളും ബി.ജെ.പിക്കായിരിക്കും. ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ നിതീഷ് അവകാശവാദം ഉന്നയിക്കുമെന്നും മുഖ്യമന്ത്രിയായി ഇന്നോ നാളെയോ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. 9ാം തവണയാണ് നിതീഷ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ബി.ജെ.പി എം.എൽ.എമാർ നിതീഷിനെ പിന്തുണച്ചുകൊണ്ട് കത്തു നൽകിയതായാണ് സൂചനകൾ. ഇന്നലെ രാത്രിയും പാട്നയിലെ നിതീഷ് കുമാറിന്റെ ഔദ്യോഗിക വസതിയിൽ ജെ.ഡി.യു നേതാക്കളും എം.എൽ.എമാരും യോഗം ചേർന്നു. അതേസമയം വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ആർ.ജെ.ഡി നേതാക്കൾ യോഗം ചേർന്ന് പാർട്ടി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിനെ ചുമതലപ്പെടുത്തി. മറുകണ്ഠം ചാടിയാൽ ഭൂരിപക്ഷം തെളിയിക്കാൻ നിതീഷിനോട് ആർ.ജെ.ഡി അവകാശപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. നിതീഷ് കുമാറിന്റെ ജെ.ഡി.യുവിന് 45 എം.എൽ.എമാർ, ബി.ജെ.പിക്ക് 78, ഹിന്ദുസ്ഥാനി അവാം മോർച്ച സെക്യുലർ പാർട്ടിയുടെ 4 പേരും ചേർന്ന് 127 എം.എൽ.എമാരുടെ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് എൻ.ഡി.എ. 122 എം.എൽ.എമാരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇന്ത്യ മുന്നണിയിൽ നേതൃസ്ഥാനമെന്ന മോഹം പൊലിഞ്ഞതോടെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ലാലു പ്രസാദ് യാദവുമായും മകൻ തേജസ്വി യാദവുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ബി.ജെ.പി ക്യാമ്പിലേക്ക് തിരിച്ചെത്തുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് നീക്കങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും നിതീഷുമായി സംസാരിച്ചെന്നാണ് വിവരം. മുഖ്യമന്ത്രിയായി നിതീഷിന് തുടരാൻ ഗ്രീൻ സിഗ്നൽ കിട്ടി. സർക്കാരിന്റെ കാലാവധി കഴിഞ്ഞ് 2025 മുതൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനുള്ള താൽപര്യം നിതീഷ് അറിയിച്ചെന്നാണ് സൂചന. ഇന്ത്യ സഖ്യം തകർച്ചയുടെ വക്കിലാണെന്നും കോൺഗ്രസാണ് ഉത്തരവാദിയെന്നുമുള്ള പ്രതികരണത്തിലൂടെ ഇനി ആ പാളയത്തിലേക്കില്ലെന്ന സൂചന ജെ.ഡി.യു നേതൃത്വം നൽകിക്കഴിഞ്ഞു. അതേസമയം നിതീഷ് കുമാറിന്റെ നീക്കങ്ങളെ ചെറുക്കാൻ ആർ.ജെ.ഡിയും കോൺഗ്രസും ശ്രമം തുടങ്ങി. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്നും ഫോണുകൾ ഓഫ് ചെയ്യരുതെന്നും തേജസ്വി യാദവ് വിളിച്ച യോഗത്തിൽ എം.എൽ.എമാരോട് ആവശ്യപ്പെട്ടു.